നമ്മുടെ വീട്ടിലുള്ള ഒരു 20 മുതൽ 25 വയസ്സ് വരെ അല്ലെങ്കിൽ 18 മുതൽ 25 വയസ്സ് വരെയുള്ള നമ്മുടെ മക്കളോട് വിവാഹത്തെക്കുറിച്ചൊന്ന് സംസാരിച്ച് നോക്കുക. വിവാഹത്തെക്കുറിച്ച് മോളെ വിവാഹം കഴിക്കണ്ടേ, എന്താ നിന്റെ ഒരു താല്പര്യം, എന്താ നിന്റെ ഒരു കാഴ്ചപ്പാട് എന്നൊന്ന് ചോദിച്ചു നോക്കുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു 80% കുട്ടികളെങ്കിലും ഇപ്പൊ വേണ്ട, ഇപ്പൊ വലിയ താല്പര്യമില്ല, ഒരു 30% കുട്ടികളെങ്കിലും എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കൃത്യമായി മലയാളി സമൂഹത്തിൽ ഗാമോഫോബിയ, അതായത് വിവാഹത്തോടുള്ള വിരക്തി, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ മലപ്പുറം ഏരിയയിലാണ് അത് കൂടുതലായിട്ടുള്ളത് എന്നാണ്. ഇപ്പോ ഒന്നും വേണ്ട, ഇപ്പൊ ഓള് പറഞ്ഞ് എന്താ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഓല് ഒരിക്കലും കെട്ടിക്കൂലാന്ന്, അത് വെറുതെയാണ്. കാരണം കുറെ വീട്ടിലുണ്ട് പാരന്റ്സ്, നമ്മൾ എത്ര നോ പറഞ്ഞു കഴിഞ്ഞാലും ഈ അത് ചെയ്യൂലെന്നുണ്ടെങ്കിൽ അന്ന് ഇത്രയും കാലം വളർത്തിയത് എന്തിനാണ്, നമ്മൾ എന്താ അങ്ങനെ നമ്മൾ സെയിം ഏജ് ആയി നമ്മളൊരു പക്വതയായി കെട്ടുമ്പോൾ നമുക്കും അവിടെ ഓപ്ഷൻ ഉണ്ടല്ലോ. കാരണം എന്റെ കൺസെപ്റ്റിൽ രണ്ടാളും ഈക്വൽ ആണ്. ഒരു വീട്ടിലത്തെ ജോലി ഒരു പെണ്ണ് മാത്രം അങ്ങനെ എടുക്കാമെന്ന് എനിക്ക് ഇഷ്ടമല്ല. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ വരുന്ന മാറ്റം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എവിടെയാണ് പിഴച്ചത്, എവിടെയാണ് നമ്മുടെ സംസ്കാരത്തിന് കോട്ടം തട്ടിയത്, എവിടെയാണ് നമുക്ക് സാംസ്കാരികമായി അധപതനം സംഭവിച്ചത്? ഇതിനെക്കുറിച്ചുള്ള ഗൗരവകരമായ ചിന്തയാണ് ഇന്നത്തെ സംസാരത്തിലൂടെ നമ്മൾ സ്വയം പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ അങ്ങ് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. കാലം മുന്നോട്ട് പോകുമ്പോൾ, പുതിയ കാലമാകുമ്പോൾ അത് സാധാരണ രീതിയിൽ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ് എന്നാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും പരസ്പരം സംസാരിക്കുമ്പോഴും നമ്മൾ പറയാം. പുതിയ കാലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. യുവാക്കളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാനാ എന്ന് കൈമലർത്തുകയാണ്. അവിടെ ഒന്നാമതായി നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാനുള്ള വിഷയം ഇത് യാദൃശ്ചികമല്ല എന്നതാണ്. ഇതൊരിക്കലും യാദൃശ്ചികമല്ല. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയോ സംഭവിക്കുന്ന, യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതിന് കൃത്യമായ ചില നാൾവഴികളും കൃത്യമായ ചില ആശയ അടിത്തറകളും നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? എന്തുകൊണ്ടാണ് പുതിയ തലമുറ ഇത്തരം സാമൂഹ്യ വിരുദ്ധമായ പ്രശ്നങ്ങളിലേക്കടക്കം, തിന്മകളിലേക്കടക്കം വലിയ രൂപത്തിൽ ആകർഷിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? അവരെ ബാധിച്ചിരിക്കുന്ന ചില വിശ്വാസങ്ങളും ചില ശരിതെറ്റുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമാണ്. എന്താണത്? ഞാൻ നേരത്തെ പറഞ്ഞ ലിബറലിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തകളാണത്. എന്താണ് ലിബറലിസം എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് നിശ്ചയിക്കാൻ മതമോ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളോ ദൈവമോ ഒന്നും പറയേണ്ടതില്ല, പ്രവാചകന്മാരൊന്നും പഠിപ്പിക്കേണ്ടതില്ല, ഉസ്താദുമാരെ ക്ലാസ്സിൽ പറയേണ്ടതില്ല. മറിച്ച് ശരിയും തെറ്റും വേർതിരിക്കാൻ നമുക്ക് തന്നെ സാധിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ യുക്തി അനുസരിച്ച്, നമ്മുടെ ബുദ്ധി അനുസരിച്ച് ശരിയും തെറ്റും നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി എന്ന ചിന്തയാണ് ആദ്യമുണ്ടായത്. ഇനി ഈ ആശയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാലോചിച്ച് നോക്കുക. നമ്മൾ ഈ ആശയം സമൂഹത്തിൽ വ്യാപിപ്പിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പൊ തന്നെ അത് വ്യാപിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും അതിന്റെ ആളുകളായി. ഇനി ഈ ആശയം തലയിൽ കയറിയ ഒരു കുട്ടിയോട് നമുക്ക് അവന്റെ സ്വകാര്യതയിൽ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയാൻ പറ്റുമോ? അവന്റെ റൂമിൽ വേറെ ആരെയും ഉപദ്രവിക്കാതെ കഞ്ചാവടിക്കരുത് എന്ന് ഒരു കുട്ടിയോട് പറയാൻ പറ്റുമോ? ആ കുട്ടിയോട് നമ്മൾ പറയും കഞ്ചാവ് പിടിക്കരുത് കേട്ടോ, മോശമാണ്, തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്താ പറയാ? ഞാൻ എന്റെ സ്വാതന്ത്ര്യം, എന്റെ റൂമിൽ വേറെ ആരെയും ഉപദ്രവിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾക്കെന്താ? അതെന്റെ സ്വാതന്ത്ര്യമല്ലേ, എന്റെ പ്രൈവസി അല്ലേ, എന്റെ സ്വകാര്യതയല്ലേ എന്നാണ് അവൻ പറയുക, അല്ലേ? ഇതാണ് ഈ ആശയത്തിന്റെ പ്രശ്നം. പല വിഷയങ്ങളും ഒരു പക്ഷേ അതിന്റെ പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ അപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് തിരിച്ചറിയാതെ മനുഷ്യൻ എന്താ ചിന്തിക്കുക? ഞാനൊരു കാര്യം ചെയ്യുന്നു, അപ്പോൾ തന്നെ അതിനൊരു പ്രശ്നം കാണുന്നില്ല, അതുകൊണ്ട് എന്റെ യുക്തിയിൽ അത് ശരിയാകുന്നു. ഈ ചിന്ത തലയിൽ കയറിയ ഒരു കുട്ടിയോട് കഞ്ചാവ് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, MDMA തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റൂല. നമ്മൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? സ്കൂളുകളിലേക്കൊക്കെ കയറിക്കൊണ്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണങ്ങൾ ചെയ്യാൻ, അല്ലെ? ലഹരി വിരുദ്ധ ബോധവൽക്കരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ്, നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, അതിനെ എതിർക്കുകയല്ല. മറിച്ച് ആ ലഹരി വിരുദ്ധ ബോധവൽക്കരണങ്ങളിൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ കുട്ടികളെ വിളിച്ചിട്ട് പറയും, കുട്ടികളെ നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കരുത്, കുട്ടികളെ നിങ്ങൾ MDMA ഉപയോഗിക്കരുത്. കാരണം എന്താ? കഞ്ചാവ് ഉപയോഗിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകും, നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകും എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ വിചാരിക്കുന്ന അതൊക്കെ കേട്ടിട്ട് കുട്ടികളാകെ പേടിച്ച് ഇനി നാളെ മുതൽ ഇങ്ങനെയുള്ള കഞ്ചാവ് ഒന്നും ഉപയോഗിക്കൂല, ഞാൻ ആ വഴിക്കില്ല എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ നമ്മൾ അറിഞ്ഞില്ല നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് കയറിയിരിക്കുന്ന ആദർശം എന്താണ്. അതെന്താണെന്നറിയോ? ആ കുട്ടികളെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ, സിനിമകളിലൂടെ അവരുടെ തലച്ചോറിലേക്ക് ഒരു ആശയം കയറ്റിയിട്ടുണ്ട്. അതെന്താ? മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തടത്തോളം കാലം ഒരു കാര്യവും തിന്മയല്ല എന്ന് മാത്രമല്ല, ഈ ലോകം ഒന്നു മാത്രമേ ഉള്ളൂ, ഒരു ലോകം, ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ, ആ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. ഈ രണ്ട് ആശയങ്ങളാണ് നമ്മുടെ തലച്ചോറിലേക്കുള്ളത്, നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലുള്ളത്. ഒന്നെന്താ? മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തടത്തോളം കാലം ഒന്നും തെറ്റല്ല. രണ്ടെന്താ? നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ചെറിയ ജീവിതമേ ഉള്ളൂ, ഒരു ഒറ്റ ജീവിതം മാത്രമേ ഉള്ളൂ, അത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. ഈ രണ്ട് ചിന്തകളും പേറിയ ഒരു കുട്ടിയോട് കരളടിച്ചു പോകുന്ന, കിഡ്നി അടിച്ചു പോകുന്ന കഥ പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ ആ കഥ പറയുമ്പോൾ കുട്ടി എന്താ ചിന്തിക്കുന്നത്? ആയിക്കോട്ടെ, കിഡ്നി അടിച്ച് പോയിക്കോട്ടെ, അതിനിപ്പോ എന്താ, എന്തായാലും ഒരു ജീവിതമേ ഉള്ളൂ.
അതെന്തായാലും ഏതെങ്കിലും ഒരു സമയത്ത് മരിക്കണം. അത് 10-60 വയസ്സായി നരച്ച് വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടന്ന് മരിക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല. 10-40 വയസ്സാകുമ്പോൾ നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്ത് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, അതിനിപ്പോ എന്താ? കാരണം എന്താ? ആ കുട്ടിയുടെ തലച്ചോറ് എങ്ങനെയാണുള്ളത്? ഈ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തടത്തോളം കാലം ഒന്നും തിന്മയല്ല എന്നുള്ള ആശയം അവന്റെ തലയിലുള്ളത്. അവിടെയാണ് മതം മനുഷ്യനോട് പറയുന്നത്, അങ്ങനെ എന്തൊക്കെയാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നത് എന്ന് പൂർണ്ണമായി അറിയാൻ പരിമിതമായ ബുദ്ധിയുള്ള, പരിമിതമായ ചിന്താശേഷിയുള്ള മനുഷ്യ നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആ പരിമിതികളൊന്നുമില്ലാത്ത പടച്ചവന് നീ സമർപ്പിക്കുകയാണ് വേണ്ടത്. പടച്ചോനൊരു കാര്യം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അറിയുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പടച്ചോനാണ് അത് ശരിയെന്ന് പറഞ്ഞത്. അത് ശരിയാണ്. പടച്ചവനൊരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അറിയുന്ന, നമുക്ക് ഒരു ശർറും വരരുതെന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പടച്ചവനാണത് തെറ്റാണ്, ഹറാമാണെന്ന് പറഞ്ഞത് എങ്കിൽ അത് തെറ്റാണ്. ആ സമർപ്പണമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അവനെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ സമർപ്പണത്തിന്റെ പേരാണ് ഇസ്ലാം. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമർപ്പണം എന്നാണ്. എന്തിനുള്ള സമർപ്പണം? ഈ പറഞ്ഞ നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം സൃഷ്ടിച്ച ഏകനായ, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ഏകനായ ഒരു സട്ടാവുണ്ട്, ഒരു പടച്ചവനുണ്ട്. ആ പടച്ചവന് അവനെല്ലാം അറിയുന്നവരാണ്. അവന് മുമ്പിൽ എന്റെ ജീവിതം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അവനൊരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ നിന്നും ഞാനത് മാറ്റി നിർത്താൻ ശ്രമിക്കും. അവനൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കും എന്ന സമർപ്പണത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്.